എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മള് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നീ ഹാപ്പി അല്ലേടാ? പിന്നല്ലാതെ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയിട്ടാ ഇവിടെ നിൽക്കുന്നേ. ഞങ്ങക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു വീടല്ലേ. പിന്നെ കുറേ സ്പേസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പൊ കാണിക്കില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ചൂല്, ബക്കറ്റ്, ലോഷൻ എല്ലാം ഉണ്ട്. നമുക്ക് വീടിൻ്റെ അകത്ത് കയറിയാലോ? വാ. അപ്പോൾ ഗൈസ്, നമുക്കിനി അകത്തേക്ക് പോവാം. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിന് മുൻപ് ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് കാണിച്ചു തരാം. അത് ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയൊക്കെ നമുക്കിനി കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്, ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഇതുണ്ടല്ലേ. നല്ല രസമില്ലേടാ? പിന്നെ എനിക്ക് കുറേ സംഭവങ്ങൾ ഇവിടെ നിരത്തി വെക്കണം. അതെ, നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ തന്നെ ഞാൻ കുറേ എടുത്ത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് സംഭവങ്ങൾ. ഞാൻ ക്രിസ്മസ് കൂട്ടിൽ വെക്കുന്ന ചെറിയ ചെറിയ രൂപങ്ങളില്ലേ, അത് വേറെ ഞാൻ അതിൻ്റെ അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ കുറേ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ. ഇവിടെയുണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു സംഭവം. കണ്ടല്ലേ? ചെറുതല്ല, വലുതാണ് ഗൈസ്, വലുത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു അലമാര അല്ലേ? ഇത് ഭിത്തിയോട് ചേർന്നാണ് ചെയ്തേക്കുന്നുണ്ടല്ലേ? നല്ല രസമുണ്ട്. താഴെ വാർഡ്രോബ് ഉണ്ട്. ലൈറ്റ് ഇടാം. ലൈറ്റിൻ്റെ അവിടെ അല്ലേ? നല്ല രസമില്ലേ? ഗൈസ്, ഞങ്ങളുടെ ഒരു പുതിയ തുടക്കമാണിത്. ഞങ്ങളുടെ പുതിയ വീട് അല്ലേ പൂ? ഞങ്ങളുടെ പുതിയ തുടക്കം. ഇവിടുന്ന് ഞങ്ങളുടെ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതെ. ഞങ്ങളുടെ ഒരു ലോകമായിരിക്കും ഇനി ഇത്. ഇന്ന് ഞങ്ങളിവിടെ വന്നത്, ഇവിടെ കുറേ ക്ലീനിങ് പ്രോസസ്സ് ഒക്കെ ഇനിയുണ്ട്. നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ രീതിക്ക് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വരും അല്ലേ പൂ? ഇത് നമ്മൾ അച്ഛൻ്റെ അടുത്തോ അമ്മയെടുത്തോ പപ്പയെടുത്തോ അമ്മയെടുത്തോ ആരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും ഇതല്ലേ? അതെ. അങ്ങനെ എല്ലാം കൊണ്ടും എന്നാൽ ഞങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ്. പിന്നെ ഇവിടെയാണ് അടുക്കള വരുന്നത്. പിന്നെ അവിടെ ഒരു റൂമുണ്ട്. പിന്നെ മുകളിലേക്ക് റൂമുണ്ട്. അതൊക്കെ ഞങ്ങൾ പയ്യെ കാണിച്ചു തരാവേ. എടാ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ഈ അലമാരകളാടാ. എല്ലാ റൂംസിലും ഇതേപോലെ അലമാര ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാം. 3 സ്പേസ് ഉണ്ട്. കണ്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ? അതും ഭിത്തിയോട് ചേർന്നുള്ള അലമാരകളായോണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വാർഡ്രോബ് ഒക്കെ ഉണ്ടല്ലോ, ഭിത്തിയോട് ചേർന്നുള്ള ആ സെയിം നേരത്തെ ഒരു കണ്ടില്ലേ തടിയുടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വീട്. ഡ്രസ് അടുക്കി പറക്കി വെക്കല്. അതെ, എനിക്ക് എനിക്കിപ്പം എന്റെ ഡ്രസ്സുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് അടുക്കി പെറുക്കി ഇരിക്കണം. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ അമ്മയാണെങ്കിലും അങ്ങനെ നീറ്റായിട്ട്. പപ്പയുടെ അലമാര എനിക്ക് ഭയങ്കര ഇഷ്ടം. സെയിം അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അതേ രീതിയിലുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നുവെച്ചാൽ പപ്പയുടെ അലമാര എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് എന്നെക്കാളും നീറ്റ് ആയിരിക്കും അല്ലേ? എന്നെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ പപ്പ നീറ്റായിട്ട് മടക്കി തേച്ച് ഉണക്കി സെറ്റാക്കി വെക്കുന്നേ. നല്ല പെർഫെക്ഷനാ, അടിപൊളിയാ. അതുപോലെ പപ്പ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അടിപൊളിയാ അല്ലേ? അടിപൊളിയായിട്ട് ചെയ്യും. അയ്യോ ഗൈസ്, അപ്പം നമ്മുടെ വീട് ഇതാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലെ ഒരിക്കലും എന്നുവെച്ചാൽ ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും പണ്ടത്തെ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ അയ്യോ ഇപ്പം എന്തൊരു ചൂടാണെന്നറിയോ? ഈ ചൂടത്തൊക്കെ നമ്മുടെ പഴയ വീട്ടിലെ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു എന്നുവെച്ചാൽ ചൂട് എനിക്ക് അത്രയും ഒരു ഇത് വരത്തില്ലായിരുന്നു. ഇപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും അവരൊക്കെ ഇങ്ങനെ ചൂടത്തൊക്കെ അയ്യോ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫാനില്ല അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവരെന്തിനും ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കും. കാരണം വീട്ടിൽ കറണ്ട് ഒന്നും ഇല്ലല്ലോടാ. അപ്പം ഞാൻ ആ ചൂടത്തും കിടന്നങ്ങ് ഉറങ്ങും. എനിക്കത് അത്രയും
ഞാനാലോചിക്കും ഇവൾക്ക് ചൂടൊന്നുമില്ല, ഞാനാണെങ്കിൽ ഷർട്ടൊക്കെ ഊരിക്കണം എങ്ങനെയും ഇതാകത്തൊക്കെ. ഇവളാണെങ്കിൽ മറ്റേ സെക്ടറൊക്കെ ഇത്ര കട്ടികളോ പക്ഷെ ഇപ്പൊ ഞാൻ ഇച്ചിരി കുറഞ്ഞു. നേരത്തെ എനിക്ക് ചൂട് അത്ര വലിയ സീനൊന്നും ഇല്ലായിരുന്നു. കാരണം ഷീറ്റ് ഇട്ട വീട്, മുകളിൽ ഷീറ്റല്ലേ, അതിനോട് നട്ടാ വെയിൽ എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് അത്രയും 16 വർഷത്തോളം അത് കിടന്ന് 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 അതുമായിട്ട് ഞാൻ നല്ല എന്ത് പറഞ്ഞു അങ്ങ് ഇതായിപ്പോയി, ഇണങ്ങി ചേർന്ന് പോയി അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കാം, അയ്യോ നല്ല പാടല്ലേ എന്ന് വെച്ചാൽ ഇപ്പം പുതിയ വീട്ടിൽ വന്നപ്പം ഫാനൊക്കെ ഇട്ട് കിടന്നു തുടങ്ങിയപ്പം എനിക്കിപ്പം നല്ല ചൂട് വരുമ്പോൾ അയ്യോ ഫാനില്ലേ ആ ഒരു സാധനം. അപ്പം ഇതൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വന്നു, നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ നമ്മുടെ ലൈഫിൽ നടക്കണേ. ആടാ എന്തിനും ഞാൻ ഇവന് സെറ്റ് ആവുന്നെങ്കിലും വിചാരിച്ചോടാ. നീ വിചാരിച്ചായിരുന്നു എന്നതേ എന്റെ ഭർത്താവാണ് ഗൈസ്. എക്സ്പ്രഷൻ നീ നമ്മുടെ പഴയ വീട് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ പഴയ വീടെന്ന് പറയുമ്പം ഈ ഒരു ലിവിങ് ഏരിയ ഇല്ലേ, ഈ ലിവിങ് ഏരിയ കുറച്ചുകൂടെ ഒരു വീതി ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ പഴയ വീട്. എന്നുവെച്ചാ ഈ ഒരു വീടിന്റെ ഒരു റൂമായിരുന്നു നമ്മുടെ നേരത്തെ ആ ഒരു വീട് മൊത്തം. എനിക്കത് കാണണമെന്ന് ആഗ്രഹമായിരുന്നു. പൊളിച്ചത് എനിക്ക് തോന്നുന്നു നമ്മള് പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞ് കുറച്ചു മാസത്തിനുള്ളിൽ ആ വീട് പൊളിച്ചു. ഭയങ്കര വിഷമമായിരുന്നു ആ വീട് പൊളിച്ചപ്പോ. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര അത്ഭുതമാടാ. അയ്യോ ഞാനാണെങ്കിൽ പണ്ട് നമ്മുടെ പഴയ വീട്ടിലിരിക്കുമ്പോ ഒരു സ്വപ്നം കണ്ടേ. അന്ന് എനിക്ക് TV എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാ. അപ്പൊ ഞാനിങ്ങനെ സ്വപ്നം കാണുക. അന്ന് മറ്റേ അമ്മയുടെ ഭാഷ പറയുകയാണെങ്കിൽ ഭിത്തി വെക്കുന്ന TV LED ഇറങ്ങിയൊരു ടൈമായിരുന്നു. ആ ടൈമിൽ ഞാൻ സ്വപ്നം കണ്ടതാ നമ്മുടെ ആ വീടില്ലേ, വീടിന്റെ ഇങ്ങനെ അകത്തെ വശത്ത് ഇങ്ങനെ മുകളിലൊരു TV, അവിടെ ഞാൻ താഴെ ഇരുന്നിട്ട് ടോമാഞ്ചറി കാണുന്നു. എന്നിട്ട് അച്ഛനും കട്ടിലേ ഇരുന്നിട്ട് എന്തോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ടോമാഞ്ചറി കാണുന്നൊരു സ്വപ്നമൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ അവിടെ പുതിയ വീട്ടോട്ടൊക്കെ മാറി ആദ്യം ഒരു TV വാങ്ങിയില്ലേ. അയ്യോ എനിക്ക് അന്ന് ആദ്യം ഓർമ്മ വരുന്ന ഈ സ്വപ്നം. അയ്യോ അപ്പൊ എനിക്ക് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഒരു അത്ഭുതമാണ്. അപ്പോ അല്ലേ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കാര്യം തന്നെയാണ് നമ്മള് വിചാരിച്ച കാര്യമാണ് സത്യം. അത് നമ്മളെവിടെ കിടന്ന ആൾക്കാരാ, ഇത്രയും ദൂരത്ത് കിടന്ന രണ്ടുപേരാ. പക്ഷെ ഞാനാണെങ്കിൽ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഞാനോ അതൊക്കെ ഒരു കാലം അല്ലേ. അതെ, സിഗ്മ കാലം. അങ്ങനെ അപ്പോ ഇത്രയൊക്കെ ആയില്ലേ. അതെ, ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പറയുള്ളൂ. ബാക്കി നമ്മള് ലവ് സ്റ്റോറിയില് പറയാം. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും. അടുത്ത് തന്നെ ഉണ്ടാവും. അതെ, ലവ് സ്റ്റോറി നമ്മള് ഉടനെ ചെയ്യുന്നതായിരിക്കും. നമ്മള് കല്യാണം കഴിഞ്ഞ് പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പിന്നെ നമുക്ക് വിരുന്നിന് പോകണം അങ്ങനെ. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് വയ്യാണ്ടാവും. നമ്മള് മാറിയും തിരിഞ്ഞും അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കണം. കാരണം ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇവിടെ അച്ഛനമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ കാര്യം നോക്കണം. അപ്പൊ തൃശ്ശൂർക്കും അമ്മയ്ക്കാണെങ്കിലും ഇവനെപ്പോഴും അമ്മ ഏറ്റവും കൂടുതൽ വീട്ടില് അടി ഉണ്ടാക്കുന്ന ഇവന്റെ അടുത്താ. വേറെ അപ്പം ഉണ്ട്, പക്ഷെ ഇവര് അമ്മ എപ്പോഴും അടിയായിരിക്കും. വലിയ ആരൊന്നും ഇല്ലേ, ചുമ്മാ ഇങ്ങനെ ആടി ഉണ്ടാകുന്നേ. കുറച്ച് കഴിയുമ്പോ രണ്ടും കൂടെ അടേ ചക്കര ഇട്ടിരിക്കുന്ന കാണാം. അയ്യോ പറയണ്ട. ഇവർക്കാണ് ഏറ്റവും സ്നേഹം. അമ്മ എന്നെ ഇടയ്ക്ക് വിളിക്കുക, എന്നിട്ട് പറയും മോളെ അപ്പു എന്തേ. ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് എന്താന്നറിയത്തില്ല, അപ്പൂനെ കാണാൻ എന്റെ പോലെ ആരെങ്കിലും കണ്ടു പ്രത്യേകിച്ച് ഗുരുവായൂർ പോകുമ്പോ ഇരുന്ന് കരച്ചിലൊക്കെ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും. മോനെ മടങ്ങി വരും മകനെ. അപ്പൊ അങ്ങോട്ട് പോണം. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഇവിടുന്ന് വെടി വരും. ഇവിടുത്തെ അച്ഛൻ എങ്ങനെയാണെന്നറിയാം, മോനെ അച്ഛന് ഭയങ്കര കാലുവേദന. എന്നിട്ട് അമ്മ വയ്യ മോളെ കിടക്കുക. എന്നാ ചില സമയത്ത് ഞങ്ങൾ വരുമ്പോ ഒരു കുഴപ്പമൊന്നും. അയ്യോ എന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ച് വിളിക്കും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനാണ് ഇപ്പൊ മെയിൻ പരിപാടി. പിന്നെ ഇപ്പൊ പിന്നെ അവിടെ എന്ന് പറയുമ്പോ സേവാകും, പിന്നെ പപ്പയുണ്ട്, ചാച്ചനുണ്ട്. ഇപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അവിടെ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ അച്ഛനമ്മയാണ് മെയിൻ ആയിട്ട്, അവരൊറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അവരെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. മാവേലിക്കര വന്നിട്ട് ഇപ്പൊ നമുക്കൊരു വീട് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ചെയ്തേ. അപ്പൊ ഇത് മാത്രല്ല, ഇത് ഞങ്ങളുടെ ഒരു ഡ്രീമും കൂടിയായിരുന്നു അല്ലെ, കുറെ നാളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അപ്പോ പിന്നെ നമ്മുടെ വാവയ്ക്കാണെങ്കിലും അല്ലേ, അവനിപ്പം അവിടെ ഉണ്ടല്ലോ, ഇപ്പൊ അവിടെ അവൻ സെറ്റാണ്. അമ്മയ്ക്ക് ഇപ്പം അങ്ങനെ നേരത്തെ അവനൊരു വേറൊരു അപ്പാർട്ട്മെന്റിലല്ലേ, അപ്പാർട്ട്മെന്റ് അല്ലല്ലോ അവര് വീട് അവിടെ എടുത്ത് അവൻ താമസിക്കുകയായിരുന്നു. അപ്പൊ ഇനി വാവ നമ്മുടെ അങ്ങോട്ട് വീട്ടില് വരുന്നുണ്ട്. അപ്പൊ അവിടെ അമ്മയ്ക്ക് ഇനി ഓക്കെ ആവും. അവർക്കിപ്പോ അമ്മയും മോനും സെറ്റാവും. പിന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചാലേ, ഇനി എന്തായാലും മിക്കവാറും തൃശ്ശൂരിൽ അമ്മ ഇനി വരും ഫുൾ ടൈം. എന്ന് വെച്ചാൽ അമ്മയ്ക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി തരണം. എപ്പോഴും വിളിച്ചു മക്കളെ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇപ്പം തൃശ്ശൂരാണെങ്കിലും അമ്മ എപ്പോഴും എന്തെങ്കിലും. എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മള് മുകളിലിരുന്നില്ലേ, ഇരുന്നപ്പോ അമ്മ മോളെ ഇവിടെ വരൂ എന്ന് വിളിച്ചേ. അപ്പൊ ഞാൻ ചെന്നപ്പോ ഇങ്ങനെ നിക്കുവാണ്. എന്താ അമ്മേ, പ്ലേറ്റിനകത്ത് ഏത്തയ്ക്ക അപ്പം. അയ്യോ ഗൈസ്, നമ്മള് വീടും കാര്യങ്ങളൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കിവിടെ കുറച്ചേറെ ക്ലീനിങ് ഉണ്ട്, എനിക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഞങ്ങള് ആ ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. ഞാനും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാ. ഞങ്ങൾ കടകളിലൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ടാ വന്നേ. അപ്പം എല്ലാം ഡെറ്റോളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ, അതും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് കുറച്ച് ടൈമിനുള്ളിൽ ഇവിടെ വരും അല്ലേ. അപ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് വ്ളോഗിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് വരുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. പോയി ക്ലീൻ ചെയ്യടാ, ഞാൻ മാറിയിരിക്കാം.